രാവിലെ തൊട്ട് മനുഷ്യന് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുക. ആർക്കും എന്താ ഏതാണെന്നൊന്നും അറിയണ്ടല്ലോ. ഫുഡ് കിട്ടിയാൽ മതിയല്ലോ. എന്നാൽ ഉണ്ടാക്കി വെച്ചാൽ അതെടുത്ത് കഴിക്കുമോ? അതുമില്ല. ഇച്ചായ, ഞാൻ ഒരുപാട് നേരമായിട്ട് വിളിക്കുന്നത്. വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇച്ചായ. ഈ മനുഷ്യന്ന് വന്ന് കഴിക്കാൻ. എന്താ എൻ്റെ അമ്മ രാവിലെ തന്നെ നിന്റെ പ്രശ്നം? ജോയിൻ കഴിഞ്ഞ് വന്ന് കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല മനുഷ്യനെ. ഓ പിന്നെ ഇത്രയും നേരം റെസ്റ്റ് എടുത്തിട്ട് മതിയാ. എടോ മനുഷ്യ, നിങ്ങൾ എന്തോ ഇട്ടേക്കുന്നേ? ഷോർട്സും ടീഷർട്സും അത് തന്നെ. ഓ, അത് ഷോർട്സ് ആണെന്നും ടീഷർട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇതിട്ടോണ്ടാണോ മനുഷ്യ ഇന്ന് ജോഗിങ്ങിന് പോയത്? അത് പിന്നെ ആരാണ് എന്നെ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അങ്ങേരുടെ ഒരു ചേഞ്ച്, നിങ്ങളുടെ ചേഞ്ചൊക്കെ എനിക്ക് മനസ്സിലായി. അവിടെ വഴി നിൽക്കുന്ന വെമ്പിളയൊക്കെ വായി നോക്കാൻ ഉദ്ദേശിച്ചില്ല മനുഷ്യൻ നിങ്ങൾ എന്ത് ഇട്ടുകൊണ്ട് പോയത്. എന്നിട്ട് ചേഞ്ചാണ് അത്ര ചേഞ്ച്. നിങ്ങളുടെ ചേഞ്ചൊക്കെ ഞാൻ മാറ്റിത്തരാം. നാളെ മുതലേ നിങ്ങൾ ജോഗിങ്ങിന് പോവണ്ട. ഒരു അന്നാമുമില്ല കുഞ്ഞാമുമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകണമെങ്കിൽ തന്നെ നിങ്ങൾ പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. പിള്ളേരെ രണ്ടിനും കെട്ടിക്കാറായി. അപ്പോഴാണ് ഈ വയസ്സാങ്കാലത്ത് കിളവൻ്റെ ഒരു ഇളക്കം. ഓ, വലിയ സൽമാൻ ഖാനാണെന്ന വിചാരം. പക്ഷെ നിങ്ങൾ വെറും ഭീമൻ രഘു. മര്യാദക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കും. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റാതെ. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, ഇവിടെ നിന്ന് മുങ്ങുന്നതാ നല്ലത്. പകലറിയാതെ വിടരും നിന്റെ നീലമിഴിയറിയാതെ നിന്മനമറി. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മാഡം. എന്താ സിസു, പറഞ്ഞോളൂ. അത് പിന്നെ മാഡം, നന്ദിനിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓർഡറിന് എന്ത് പറ്റി? ആ ഓർഡർ നമുക്ക് കിട്ടിയില്ല മാം. വാട്ട് ആർ യു സെയിങ് ജിസു? ആ ഓർഡർ നമുക്ക് കൺഫേം ആയതല്ലേ, പിന്നെ പെട്ടെന്ന് ഇപ്പം എന്താ പറ്റിയത്? നിങ്ങളൊക്കെ ഇവിടെ എന്തിനിരിക്കുന്നത്? ആ ഓർഡർ കൈവിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാവുന്നറിയോ? സോറി മാം, ഞങ്ങൾക്കത് അറിയാനിട്ടല്ല. പക്ഷെ അത് എന്താ പറ്റിയെന്നറിയില്ല. ആ ഓർഡർ K&S കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത്. വാട്ട്? K&S കൺസ്ട്രക്ഷൻസിനോ? അതെ മാം, അവരുമായിട്ടാണ് നന്ദിനിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് കോൺട്രാക്ട് സൈൻ ചെയ്തത്. അവർക്ക് എങ്ങനെയാണ് ഈ കോൺട്രാക്ട് കിട്ടിയെന്ന് അറിയില്ല മാം. പക്ഷേ മേനോൻ സാറിൻ്റെ PA ആണ് ഇന്ന് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് നമ്മളായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ താല്പര്യമില്ല. K&S കൺസ്ട്രക്ഷൻസ് കമ്പനിയായിട്ട് ഓൾറെഡി ഇന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യുവാണെന്ന്. ഓക്കെ ജിസു, യു ക്യാൻ ലീവ് നൗ. ഓക്കെ മാം. എടാ എന്തായി? മാഡം എന്ത് പറഞ്ഞു? മാഡം എന്ത് പറയാൻ, ആദ്യം കുറെ ചൂടായി. പിന്നെ പതിവ് പോലെ തന്നെ K&S കൺസ്ട്രക്ഷൻസിനാണ് ഓർഡർ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാഡം കാം ഡൗൺ ആയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതല്ലേ എനിക്ക് തോന്നി ഇങ്ങനെ വരുള്ളൂ. നമ്മുടെ കോൺട്രാക്ട് പിടിച്ചെടുത്ത കമ്പനിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും മാഡത്തിന്റെ ദേഷ്യം എല്ലാം പോകുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ K&S കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ കാര്യം വരുമ്പോൾ മാത്രം മാഡം ഈ വിട്ടുവീഴ്ച ചെയ്യുന്നതെന്നുള്ളത്. ബിസിനസ് ഫീൽഡ് ഓഫ് കോഴ്സ് കോമ്പറ്റേറ്റീവ് ആണ്. പക്ഷെ ബാക്കി ഏതൊക്കെ കമ്പനീസായിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവസാനം നമ്മൾ തന്നെ വിജയിക്കാറുള്ളൂ. ഒരുപാട് കമ്പനീസ് അത് കോമ്പീറ്റ് ചെയ്തിട്ട് ഓർഡേഴ്സ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ K&S കൺസ്ട്രക്ഷൻസ് എത്തുമ്പോൾ മാത്രം മാഡം എല്ലാ തരത്തിലും വിട്ടുകൊടുക്കും അവർക്ക്. ഇനി അഥവാ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് അവർ കള്ളത്തരത്തിലൂടെ എത്താൽ പോലും മാഡം അത് കണ്ടില്ലെന്ന് നടിക്കുക. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഓർഡർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മാഡത്തിനൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. അതേപോലെ ഇത്തവണയും ഉണ്ടെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ മാഡത്തിൻ്റെ ക്യാബിനിൽ പോയപ്പോഴത്തേക്കും മാഡത്തിൻ്റെ കൂടെയൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ ഫാമേഴ്സ് കമ്പനീസിൻ്റെ പേപ്പേഴ്സൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മാം ഫാമേഴ്സ് കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുമായിരിക്കും. നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം റീസൺ എന്താണെന്നുള്ളത്. രഹസ്യമാണ്, വേണമെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞുതരാം. ആരോട് പറയണ്ട കേട്ടോ. അതെ, നമ്മുടെ മാഡവും K&S കൺസ്ട്രക്ഷനിലെ തരിക് സാറില്ലേ, സാറും തമ്മിൽ പണ്ട് റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആയെന്നാ കേട്ടത്.
എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. പക്ഷേ അവരുടെ റിലേഷൻ ആയിരുന്നു. ചിലപ്പോൾ മേ ബി മാഡത്തിന് ഇപ്പോഴും സാറിന് ഇഷ്ടമുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മാഡം സാറിനെല്ലാം വിട്ടുകൊടുക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, നിനക്ക് പണിയൊന്നുമില്ലേ? കണ്ട റൂമേഴ്സും വിശ്വസിച്ചുകൊണ്ട് നടക്കുക. നീ പോയ അവിടെ നിന്ന് എനിക്കിവിടെ പണിയുണ്ട് ചെയ്യാനായിട്ട്. ഞാൻ പറയാനുള്ള പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അവളുടെ ഒരു ഹുങ്ക്. അല്ലെങ്കിലും അവള് പണ്ടേ ആ രാക്ഷസിയുടെ കൂടെയാണല്ലോ. ദൈവമേ, രാക്ഷസിക്കിട്ട് ഒരു പണി കൊടുക്കണമേ. ആ തരിക് സാറ് ഫാർമാസ് കമ്പനിയുടെ ഓർഡറും കൂടി അടിച്ചുകൊണ്ട് പോണേ. അയ്യോ, ഇനി എങ്ങാനും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജോലി എങ്ങാനും പോകൂ. അയ്യോ ദൈവമേ, അത്രയ്ക്ക് വലിയ പണിയൊന്നും വേണ്ടിട്ട് ചെറിയൊരു പണി കൊടുത്താൽ മതി. എന്താ ജെന്നി ഒറ്റയ്ക്ക് നിന്നുള്ള സംസാരം? അയ്യോ മാഡം, ഗുഡ് മോർണിംഗ് മാഡം. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ഈവനിങ് മാഡം. ആഹാ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്ങും എല്ലാം ഉണ്ടല്ലോ. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റും കൂടി പറ ജെനി. എന്തിനതായിട്ട് മാത്രം കുറയ്ക്കുന്നേ? സോറി മാഡം. ഗെറ്റ് ബാക്ക് ടു വർക്ക് ജെനി. നോൺസെൻസ്. ജാക്സൺ, ആ ഫയൽസ് എല്ലാം എടുത്തുകൊണ്ട് എൻ്റെ ക്യാബിനിലേക്ക് വാ. ഓക്കെ സർ. बाद लाऊंगा पहले इश्क लड़ा लूं उसके बाद लाऊंगा सनम रे तू मेरा सनम हुआ रे ആ അങ്ങനെ നന്ദിനീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓർഡർ നമുക്ക് കിട്ടി. ഇനി ആ വേർമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓർഡറും കൂടി പിടിച്ചെടുക്കണം. സർ, ഇത് ശരിയല്ലല്ലോ സർ. നമ്മൾ A&J കമ്പനീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് മാത്രം നഷ്ടം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. തനിക്കെന്താണോ ജാക്സ ഒരു വിഷമം? തനിക്ക് സാലറി തരുന്നത് A&J കൺസ്ട്രക്ഷൻസ് ഒന്നും അല്ലല്ലോ, KS കൺസ്ട്രക്ഷൻസ് അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അതല്ല സർ, ഞാൻ പറയുന്നത്. താൻ ഇനി ഒന്നും പറയണ്ട, മര്യാദക്ക് പോയിട്ട് പറഞ്ഞ് വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഓക്കെ സർ. എടാ ജാക്സ, എന്തായി? ഇന്നും സാറിൻ്റെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ കിട്ടിയോ? ആ, കിട്ടി മോളെ, കിട്ടി ബോധിച്ചു. സ്ഥിരം പറയുന്നൊക്കെ തന്നെ. നീ എന്തിനാടാ എപ്പോഴും സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് A&J കൺസ്ട്രക്ഷൻസിന് വേണ്ടി വക്കാലത്ത് പറയാൻ പോകുന്നേ? നിനക്ക് അവിടെ എങ്ങാനും മിണ്ടാതിരുന്നാൽ പോരേടാ. അല്ലെങ്കിൽ തന്നെ സാറ് പറഞ്ഞതിൽ എന്താ തെറ്റ്? നിനക്ക് സാലറി തരുന്നത് KS കൺസ്ട്രക്ഷൻസ് അല്ലേ, അല്ലാതെ A&J കൺസ്ട്രക്ഷൻസ് അല്ലല്ലോ. എടി, അതൊക്കെ ശരിയാണ്. പക്ഷേ സാർ ഈ ചെയ്തു കൂട്ടുന്നത് വെറും ഒരു ബിസിനസ് കോമ്പറ്റീഷൻ്റെ പേരിലല്ല. അതിന് പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. നിനക്കറിയോ, എബ്രഹാം സാറും കോഷിൻ സാറും ഈ കമ്പനി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി 2 കമ്പനീസും നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്ത് പാർട്ട്ണർഷിപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ രണ്ടുപേരുടെ മക്കളായിട്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും രണ്ട് വഴിക്കായി. ഇവരുടെ ഫാമിലീസ് തന്നെ എന്ത് നല്ല ബോണ്ടാണ് ഷെയർ ചെയ്യുന്നതെന്നറിയോ? എബ്രഹാം സാറും കോശി സാറും പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് ആയിരുന്നു. അവരുടെ വൈഫ്സും ഫ്രണ്ട്സാണ്. ഇവർ മക്കൾ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കുഞ്ഞിലെ തൊട്ടേ നല്ല കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ച് വളർന്നു വന്നവരാണ്. അതുമാത്രമല്ല, നമ്മുടെ തരിക് സാറും ജുവൽ മാഡവും ഒരുമിച്ച് പഠിച്ചത് ഒരേ കോളേജിൽ. അവർ തമ്മിലും നല്ല ഫ്രണ്ട്സും ആയിരുന്നു, നല്ല ബോണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ പ്രശ്നമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങളുണ്ടായി, കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ എനിമീസ് ആയത്. അതെന്ത് പ്രശ്നങ്ങളാ? ഇവര് ഇങ്ങനെ എനിമീസ് ആയി മാറാൻ വേണ്ടി മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. കാരണം നീ ഒരു കുട്ടിയാണ്. നീ അറിയാൻ ടൈം ആയിട്ടില്ല മോളെ. ഓഹോ, അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതല്ലേ മോളെ റോസെ ഞാൻ പറഞ്ഞത്. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഞാനും തരിക്കും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പോരാത്തേന് അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓഹോ, സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണല്ലോ നിന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഫ്രണ്ടും കൂടെ അല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ. അയ്യോ, എനിക്ക് ആലോചിക്കാനേ വയ്യ. ആ, നീ അധികം ആലോചിച്ച് കഷ്ടപ്പെടാനൊന്നും വേണ്ട. പോയി നിന്റെ പണി ചെയ്യാൻ നോക്ക്. ചെല്ല്. അല്ലടാ, ഒരു ഡൗട്ട്. അത് നീ ഒന്ന് ക്ലിയർ ചെയ്ത് ഞാൻ അപ്പം തന്നെ പൊക്കോളാം. ഓ, എന്താണാവോ മാഡത്തിൻ്റെ ഡൗട്ട്? ഇവരുടെ ഫാമിലീസ് മൊത്തത്തിൽ ഇപ്പോൾ എനിമീസ് ആയോ, അതോ ഇവർ മാത്രമാണോ എനിമീസ് ആയേ? ഫാമിലീസ് തമ്മിൽ കുഴപ്പമൊന്നുമില്ല. ഇവർക്കിടയിലുണ്ടായ ഒരു പ്രശ്നം കാരണമാണ് ഇവരിപ്പോൾ ഇങ്ങനെ എനിമീസ് ആയത്. അല്ലാതെ ഫാമിലീസിന് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. അവർ സ്റ്റിൽ എപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ ഇവരുടെ സിബ്ലിങ്സും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അവരിപ്പോൾ രണ്ടുപേരും ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലടാ, അപ്പോൾ മതി, ഒരു അപ്പോ ഇല്ല, ഒരു
കുഴപ്പമില്ല. ഇനി ബാക്കി ഡൗട്ട്സൊക്കെ പണിയൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും അവൻ എന്നെ ചീത്ത പറയത്തുള്ളൂ. വെറുതെ എന്നെ വഴക്കേൽപ്പിക്കൽ എൻ്റെ പൊന്നു മോളെ. അതുകൊണ്ട് മോള് പോയി പണിയാൻ നോക്ക്. ചെല്ല്. ഓ ആയിക്കോട്ടെ സാറേ. സാറാമോ, വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തുകൊണ്ട് പോരെ. ഓ എൻ്റെ മനുഷ്യ കിടന്ന് വിളിച്ച് പോവണ്ട, കൊണ്ടുവരാം. ഇന്നാ വെള്ളം. ഓ നന്ദിയുണ്ട് ഭാര്യ, നന്ദിയുണ്ട്. എന്തോന്നാ മനുഷ്യ നിങ്ങൾക്ക്? കൂടുതൽ കിടന്ന് വാചകം അടിക്കാതെ മര്യാദക്ക് ഫുഡ് കഴിക്കാൻ നോക്ക്. ആ കഴിക്കാനല്ലേ? അതന്നെ പറഞ്ഞ മര്യാദക്ക് ഫുഡ് കഴിക്കുന്ന. അല്ല, ഇന്ന് തരു വിളിച്ചില്ലല്ലോ. അവൻ വിളിക്കേണ്ടി ചായ, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ചിലപ്പോൾ അവനുള്ള തിരക്കായി പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതെ പറഞ്ഞ് നാക്കെടുത്തില്ല. അതെ അപ്പോഴേക്കും വിളിച്ചല്ലോ. മിക്കവാറും തരുമായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. ഇത് തരു തന്നെ ചായ. ഹലോ എടാ മോനെ, എന്തെടുക്കുവാ നീ? എവിടെയാത്? നീ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നിന്റെ അപ്പനോടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ആഹാ ആണോ? എന്നിട്ട് പപ്പ എവിടെ അമ്മേ? എന്നാ പപ്പയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. ആടാ കൊടുക്കാം. ഇന്ന് ചായ. എടാ മോനെ, എവിടെയാടാ നീ? എന്താ വിളിക്കാൻ എത്ര വൈകിയത്? അത് പിന്നെ പപ്പ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വിളിക്കാൻ വൈകിയത്. പപ്പയ്ക്ക് സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? ആടെ മോനെ, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. പപ്പയ്ക്കും മമ്മിക്കും ചേട്ടനും എല്ലാവർക്കും സുഖം. അല്ല മോനെ, നീ ഇനി എന്നാ നാട്ടിലേക്ക് വരുന്നേ? ഞാൻ ഉടനെ വരാം മമ്മി. എത്ര നാളായടാ എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട്. മമ്മിക്ക് നിന്നെ കാണാൻ കൊതിയാവാടാ. നീ പറ്റുമെങ്കിൽ വേഗം വരണം കേട്ടോ. അല്ലെങ്കിലും ഇളയ മോനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്നാർക്കും വേണ്ടല്ലോ. ആരാടാ പറഞ്ഞ നിന്നാർക്കും വേണ്ടെന്ന്? നീ മമ്മിയുടെ മുത്തല്ലടാ. അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു എൻ്റെ മമ്മിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഓ ഇപ്പൊ മമ്മിയും മോനും ഒറ്റക്കെട്ടായി. പാവം ഈ പപ്പ പുറത്തായല്ലേ. പപ്പ അങ്ങനെ പറയില്ലേ പപ്പ. പപ്പയ്ക്ക് ഞാനില്ലേ പപ്പ. പപ്പ എൻ്റെ ചക്കര പപ്പയല്ലേ. എന്നാ പിന്നെ പപ്പയുടെ മോൻ പപ്പയുടെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ? പിന്നെന്താ പപ്പ പറയും പപ്പ. പപ്പയ്ക്ക് എന്താ ആഗ്രഹം? അത് എന്താഗ്രഹമാണെങ്കിലും ഈ തരു സാധിച്ചു തരും. പറയൂ പപ്പ. എന്നാ പിന്നെ മോൻ വേഗം നാട്ടിലേക്ക് വാ. പപ്പയുടെ ഏതാഗ്രഹം സാധിച്ചു തരും എന്ന് പറഞ്ഞതല്ലേ. എൻ്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് നിന്നെ കാണണം. അപ്പം മോൻ വേഗം നാട്ടിലേക്ക് വാട്ടോ. അയ്യോ പപ്പ, അങ്ങനെ പറയരുത്. എനിക്കങ്ങനെ പെട്ടെന്നൊക്കെ വരാൻ പറ്റുമോ? അതെന്താണ് നിനക്ക് പെട്ടെന്ന് വന്നാൽ? നിനക്ക് അവിടെ എന്ത് മലമറിക്കുന്ന പണി ഇത്രയ്ക്കും ഉള്ളത്? മര്യാദക്ക് നീ വേഗം നാട്ടിലേക്ക് വന്നോ. എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ പറഞ്ഞത്. അല്ല മമ്മി, അത് പിന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. മോൻ വേഗം പെട്ടി കിടക്കൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങ് പോരട്ടോ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, മനസ്സിലായോ? നീ വെറുതെ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് കേട്ടോ തരൂ. ഓ മമ്മി ഫയർ ആയല്ലോ. ഓ ശരി മമ്മി, ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എന്നല്ല, മര്യാദക്ക് വേഗം ഇങ്ങ് വന്നേക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അയ്യോ വേണ്ടായേ, ഞാൻ വന്നേക്കാവേ. ശരി എന്നാ പപ്പ മമ്മ ഏട്ടാ, എനിക്ക് പോവാൻ ടൈമായിട്ടോ. ഞാൻ പോവാണേ. ഓക്കെ ശരി എന്നാ ബൈ, പിന്നെ വിളിക്കാട്ടോ. മമ്മി അവൻ വരുമോ ഇനി? അവൻ വരും. അവൻ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും അവൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അവൻ ഇങ്ങ് കൊണ്ടുവരും. മമ്മി ശരിക്കും ഫയറിലാണല്ലോ. എന്തായാലും മമ്മി ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ചെല്ലു മോനെ, നീ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് എടുത്ത് വെക്കാം. ശരി എൻ്റെ സാറക്കുട്ടി. എടാ തരൂ, അപ്പം നീ നാളെ തിരിച്ചു പോകുവാണല്ലേ? അതെടാ, അങ്ങനെ തരുൺ കോശിയുടെ അതിമനോഹരമായ നീണ്ട 2 വർഷക്കാലത്തെ രണ്ടും ജീവിതം മതിയാക്കി അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതെന്താണോ പെട്ടെന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ചത്? മമ്മി ഇവനൊക്കെ പറഞ്ഞുകൊണ്ടാണോ? അല്ലടാ, മമ്മി പറഞ്ഞുകൊണ്ടൊന്നുമല്ല.
ഞാൻ അല്ലെങ്കിലേ നാട്ടിലേക്ക് ഉടനെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ മമ്മി ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ തന്നെ പോയി ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പടി എൻ്റെ ബുദ്ധി? ആഹാ, നല്ല ബുദ്ധി കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. എടാ പൊട്ടാ മണ്ട, നീ നാളെ തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് സർപ്രൈസ് അല്ല, മമ്മി പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു വന്നാന്നേ വിചാരിക്കത്തുള്ളൂ. അല്ലാതെ നിന്റെ സന്തോഷപ്രകാരം പോയതാണെന്നും വിചാരിക്കേയില്ല. നീ മമ്മീനെ പേടിച്ചിട്ട് പോയതാണെന്നേ അവർ വിചാരിക്കുള്ളൂ. ഓ, അങ്ങനെയൊക്കെ വിചാരിക്കൂ? അങ്ങനെയൊക്കെ വിചാരിക്കുമെന്നല്ല, അങ്ങനെ വിചാരിക്കുള്ളൂ. ഓ, അപ്പം സർപ്രൈസ് ആവില്ല അല്ലേ? എന്ത് കുന്തെങ്കിലാവട്ടെ, എന്തായാലും ഞാൻ നാളെ പോവാണ് തിരിച്ച്. എടാ തരൂ, നീ പോവണ്ടടാ. നീ പോയി കഴിഞ്ഞാൽ ഒരു രസമില്ലടാ ഇവിടെ. ആകെ ഇവന്മാരുടെ കൂടെയോ നീ 2 പൊട്ടന്മാരുടെ കൂടെ കിടന്ന് ഞാൻ എന്ത് കാണിക്കാനാടാ? നീ ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളടാ. ഷോ, എനിക്ക് വയ്യ. എല്ലാവർക്കും എന്നെ മതി. എന്ത് ചെയ്യാൻ, സേട്ടന് കുറച്ച് ഗ്ലാമർ കൂടി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ മോനധികം അങ്ങോട്ട് പൊങ്ങല്ലേ. ഗ്ലാമർ കൊണ്ടൊന്നല്ല, നിന്റെ കയ്യിലെ തരികിട പരിപാടികളൊക്കെ ഉള്ളൂ. നീ ഉണ്ടെങ്കിലേ എനിക്കും വല്ല തരികിടയൊക്കെ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. ഈ 2 പൊട്ടന്മാരെ കൊണ്ട് ഞാൻ എന്തോ കാണിക്കാനാ? എന്തെങ്കിലും ഒപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കുളമാക്കി കൈ തരുള്ളൂ. എടാ നീ ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കല്ലേ. ഞങ്ങൾക്ക് അത്യാവശ്യം തരികിട പരിപാടിയൊക്കെ അറിയാം കേട്ടോ. അത് നല്ല രീതിക്ക് ചെയ്യാനും ഞങ്ങൾക്കറിയാം. ഓ അറിയാം. എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചു വെച്ചിട്ട് അതിൻ്റെ അവസാനം തല്ല് വാങ്ങിത്തരാൻ മാത്രം അറിയാം. അല്ലാതെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോടാ? പറയടാ. അത് പിന്നെ ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധമൊക്കെ പറ്റും അല്ലേടാ കാർത്തി? എടാ ഒരബദ്ധമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലടാ, പോട്ടെ, സഹിക്കാന്ന് വയ്ക്കാം. ഇത് എപ്പോഴും അബദ്ധമാണല്ലോ നിങ്ങൾക്ക് പറ്റുന്നേ. ഓഹോ, എടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ എന്നാൽ ഞങ്ങളങ്ങോട്ട് പൊക്കോട്ടെ. എടാ അരുണി, മതിയുടെ പാവങ്ങൾ വിട്ടേക്ക്. ഇവൻ പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുക. ഓ, അല്ലെങ്കിൽ പിന്നെ ഇയാൾ ഞങ്ങളെ മൂക്കി അടിച്ച് കയറ്റിയാലേ. നീ പോടാ അവിടെ നിന്ന്. ഓ എന്റെ പൊന്നു, ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കല്ലേ, അടിയാവല്ലേ. എടാ നിർത്ത്, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. ഓ സോറി ശരിയാ, വിഷയത്തിന് തന്നെ മാറിപ്പോകുന്നു. അപ്പോൾ പൈതവായി നമ്മൾ പറഞ്ഞു വന്നത് നാളെ നീ അങ്ങനെ പോകുവാണ് നാട്ടിലേക്ക് തിരിച്ച്, അല്ലേ? യെസ്, അതെ ഞാൻ പോകുവാണ്. അല്ലടാ, നീ പോകുന്ന കാര്യം അവൾക്കറിയോ? എവിടെന്ന്? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവളുടെ അടുത്ത്. ബെസ്റ്റ്. അല്ല, നീ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന കാര്യം അവൾക്കറിയോ? അതും അറിയത്തില്ല. കൊള്ളാം. ഇത് രണ്ടും കൂടി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊന്നു മോനെ തരുണേ, നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അതറിയാവുന്നോണ്ടല്ലേ അവളുടെ അടുത്ത് ഞാൻ പറയാത്തേ. നിങ്ങളായിട്ട് ഇനി അറിയിക്കാതിരുന്നാ മതി. അല്ലടാ, എങ്ങാനും നിന്നെ കാണാതാകുമ്പോ അവള് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? അയ്യോ, പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എടാ, നീ പോണതിന് മുന്നേ ഞങ്ങൾക്ക് പണി തന്നിട്ടാണല്ലേ പോകുന്നത്. അവളെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന്. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കാണോ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ട്? എടാ വേറെ ആരെ വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും, പക്ഷെ ഇത് അവളാടാ. തവളയോ? ഇവനെ കൊണ്ട് തവളയല്ലടാ, താറാവ്. നിന്നെ ഉണ്ടല്ലോ. എടാ അവള്. ഓ, അവള് അങ്ങനെ. ഓക്കെ, സോറി, യു കണ്ടിന്യൂ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, എടാ അവളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാടാ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കില്ലേടാ. അവള് കള്ളത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കോടാ. അത് കുഴപ്പമില്ല. 2 ദിവസം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ അവളെ വിളിച്ച് പറഞ്ഞോളാം. അല്ല, നീ ഇതിനിപ്പോൾ അവളോട് പറയാതെ പോകുന്നേ? നിനക്ക് മര്യാദക്ക് അവളോട് പറഞ്ഞിട്ട് കൂടെ? ഇല്ലടാ, അത് ശരിയാവത്തില്ല. അവളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവളും കൂടെ വരും. അവള് വന്നു കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളൊന്നും അവിടെ നടക്കത്തില്ല. അതാണ്. ഓഹോ, അപ്പൊ വായനൊക്കെ വേണ്ടിട്ടാണല്ലേ മോൻ ഇത്ര വിധി പിടിച്ച് നാട്ടിലേക്ക് പോകുന്നേ? ഓ, ഇവനെ കൊണ്ട് എൻ്റെ പൊന്നരുണെ ഒന്നും മിണ്ടാതിരിയടാ. അതൊന്നുമല്ല, എനിക്ക് നാട്ടിൽ ചെന്നിട്ട് വേറെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതെന്ത് പ്ലാനാ? അതൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ ആയിക്കോട്ടെ, എന്നാ നടക്കട്ടെ. എൻ്റെ പ്ലാനും പരിപാടികളൊക്കെ നടക്കട്ടെ. എടാ, അവിടെ ചെന്നിട്ട് ഞങ്ങളെ വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നീ ഞങ്ങളൊക്കെ മറക്കോടാ. നിങ്ങളെയൊക്കെ മറക്കാനോ? ഞാനോ? നോ വേ. നീ അതാക്കി പറഞ്ഞതല്ലല്ലോ അല്ലേ? അല്ലടാ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഞാൻ മറക്കത്തില്ലടാ നിങ്ങളെന്നും. എന്നാ കൊള്ളാം, വല്ലപ്പോഴൊക്കെ വിളിക്കണം കേട്ടടാ. ഡെഫിനറ്റ്ലി വിളിച്ചിരിക്കും.
അല്ല, നമ്മളിവിടെ വന്നത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണോ? ദേ അവിടെ പാർട്ടി കഴിയാറായി. ബാ, നമുക്ക് പോയി കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചൊരു ഡാൻസ് ഒക്കെ കളിക്കാം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് എൻജോയ് ദ പാർട്ടി. കം ഓൺ. പറഞ്ഞല്ലോ, അത് ശരിയാണല്ലോ. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എടാ കാർത്തി, സഞ്ജു, വാടാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എടാ തരൂ, വാടാ, അങ്ങോട്ടേക്ക് പോവാം, ബാ. അപ്പോൾ ശരി ഗൈസ്, ചേട്ടൻ പോയിട്ട് വരാട്ടോ. ഞാനിവിടെ ഇല്ലെന്നും പറഞ്ഞ് പ്രശ്നത്തിനൊന്നും പോയി ചാടിക്കരുത്, കേട്ടില്ല പറഞ്ഞേ? ഓ ശരി സർ, ആയിക്കോട്ടെ. ഒന്ന് പോകാവോ? ബോർഡിങ് വിളിച്ചു. അപ്പോൾ ശരിയുടെ എന്നാ ഞാൻ പോവാട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ആണ്, ശരി, ഓക്കെ, ബൈ. ഓക്കേടാ, സേഫായിട്ട് പോയിട്ട് കേട്ടോ. ശരിയുടെ എന്നാ എത്തിയിട്ട് വിളിക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ. ഓ ഹായ് ഹായ് കുട്ടി. ഹായ് സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? കുട്ടി മലയാളിയാണോ? അതെ സർ, ഞാൻ മലയാളിയാണ്. എന്താ സാറിന് വേണ്ടത്? എന്തെങ്കിലും ഹെൽപ്പ് വേണോ സർ? പ്രത്യേകിച്ചൊന്നും വേണ്ട കുട്ടി. കുട്ടിയുടെ പേരെന്താ? എൻ്റെ പേര് മീര. ഓ നൈസ് നെയിം. മീര മാരീഡ് ആണോ? മാരീഡ് അല്ല സർ. ഓ നൈസ്. കുട്ടി സിംഗിൾ ആണോ? ആണെങ്കിൽ അല്ല, സിംഗിൾ ആണെങ്കിൽ മിങ്കിളാവാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കും താല്പര്യമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിന് ഞാനായിട്ട് മിങ്കിൾ ചെയ്താൽ മതിയാവൂ? അതാരാ? അയ്യോ, നീയോ? നീ എന്താ ഇവിടെ? സബാഷ്, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. വണ്ടർഫുൾ. എൻ്റെ കർത്താവേ, എന്നെ നീ തന്നെ കാത്തോളണേ.